ഓരോ സാധനമായിട്ട് ഡിസ്പ്ലേ സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആം ചെയറിൽ ഇടുന്ന ഒഴിവാക്കിയിട്ട് ഇവിടെ ഫുള്ള് സോഫ ഇടാനുള്ള പരിപാടിയാണ്. ആം ചെയർ മൊത്തം ആ ഒരു ഗ്യാപ്പിലിട്ട് കൊടുക്കാൻ. ഈ ഭാഗത്ത് എന്തായാലും ബെഡ്റൂമൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല, സോഫയും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഫുൾ ആം ചെയറാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അതാണ്. ആം ചെയറിന് ഇത്രയും സ്ഥലം വേണ്ട, അതുകൊണ്ടല്ല വൃത്തിക്കിടെ വന്നോളൂ. ഇത് ഇറക്കുമ്പോൾ ഡാമേജ് ആവോ? സാധനം ഇറക്കുമ്പോൾ ഇന്ന് ഫുള്ള് ഇനി ക്ലീൻ ചെയ്യാനുണ്ട് മൊത്തം. അതിന് ആ പ്ലാസ്റ്റിക് ഇടുന്ന റാപ്പ് ചെയ്തോ? പൊടിയാണ്ട, പുതിയ തന്നെ ചെയ്തോ? ബാഹുബലി ബാഹുബലി പക്ഷെ സിംഗം സൂര്യൻ്റെ മീശ. ഇനി 2 സെറ്റും കൂടെ ഉള്ളു ആം ചെയർ. അവിടെ കൊള്ളുന്നുണ്ടല്ലോ ആർട്ട്. ടീപ്പോയി അതിൻ്റെ ബാക്കത്തിൻ്റെ മുകളിൽ ഓപ്പോസിറ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതും സെറ്റായി. ഈ ഒരു സാധനം ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് ഒട്ടിക്കാനും കൂടെ ഉണ്ട്. അതും പെട്ടെന്ന് ഒട്ടിക്കാം. വരുന്നുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും ആയിരിക്കും. മുംബൈ ഇല്ല. ഇതെല്ലാം വൃത്തിയാക്കണമല്ലോ അല്ലേ? ഇതിൽ നമുക്ക് നല്ല 2 കിഡിലും ബെഡ്റൂം സെറ്റും വരുന്നുണ്ട്. അതും സെറ്റാക്കിയിരുന്ന വീഡിയോ എടുക്കണം. ഒരു വൈറ്റ് പ്ലസ് ഗ്രീനും ഒരു ബ്ലാക്ക് പ്ലസ് ക്രീമും 2 സെറ്റും പൊളിക്കും എന്നാണ് വിചാരിക്കുന്നത്. നാളെയാണ് കൊല്ലത്തേക്ക് പോകാനുള്ളത്. ഇന്ന് ലോഡാക്കിയിട്ട് നാളെ, ഇന്ന് വൈകുന്നേരം ലോഡാക്കിയിട്ട് കൊല്ലത്തേക്കൊരു ഫുള്ള് ലോഡ് പോകാനുണ്ട്. ഒരു 4 ബെഡ്റൂമും കാര്യങ്ങളിലായിട്ട് ഒരു ഷോപ്പിലേക്ക്. അപ്പോൾ അത് ഇന്ന് വൈകുന്നേരം ലോഡാക്കും കൂടെ ചെയ്യണം. ഈ സാധനം ആക്ച്വലി കൊടുത്തതാണ്, അതുകൊണ്ട് ഇതവിടെ ബാക്കിലേക്ക് മാറ്റുന്നത്. അതിന് സെയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് ആ കട്ടിൽ അടുപ്പിച്ചാൽ മതി. അല്ല, അതിൻ്റെ മുകളിൽ തന്നെ വെച്ചോ, സ്ഥലം തിരിയില്ല കളയാൻ. ഇതിൻ്റെ മുകളിൽ വെച്ചോ, കോൺക്രീറ്റിൻ്റെ. സഖ്യൊന്നും ഇല്ലല്ലോ, ബൂസ്റ്റൊന്നും കുടിച്ചിട്ടേ. ചോദിച്ചു കുടിങ്ങ. ഇതും ബാക്കോട്ട് അടുപ്പിച്ച. ഫുഡ് കഴിക്കാൻ പോവാ. ഇവിടെ നല്ല ഫുഡില്ല അടുത്ത്. അതിൻ്റെ അല്ല, അതില്ലേ അതിൻ്റെ. അഷ്ഫാക്കിനൊന്നും തിരിയുന്നില്ല. ഇതിൻ്റെ ബാക്കത്തെ എല്ലാനും ബാക്കത്തേനും കേട്ടോ. എടാ പിള്ളേരാളി, LKG പിള്ളേരെ. ഈ കട്ടർ തരൂല അല്ലേ? റബ്ബർ തരൂല. ഇതിൻ്റെ സെൻട്രലായിട്ട് വെച്ചാൽ വയ്യ, മാറ്റി വെക്കാം. അല്ല, അത് പോണ്ടല്ല, ഈ ടേബിളാന്ന് തോന്നുന്നു. ഒരു സോഫ എടുത്ത് ഇവിടെ ഇടാം. ഇടാം മൂലൊക്കെ ആയിട്ട്. ഓക്കെ. നമ്മളെ ഫാക്ടറിയിൽ നിന്ന് തന്നെ ചെയ്തിട്ടുള്ള കിഡിലൻ 2 ബെഡ്റൂം സെറ്റാണ് ഇപ്പോൾ ഇറക്കാൻ പോകുന്നത്. നല്ല കിഡിലൻ ഒരു വൈറ്റിലും ഗ്രീനിലും വരുന്ന സെറ്റും ഒരു ക്രീമിലും ബ്ലാക്കിലും വരുന്ന 2 കിഡിലൻ സെറ്റാണ് ഇപ്പോൾ ഇറക്കി കാണിക്കാൻ പോകുന്നത്.
ഈ ഒരു കുഷ്യൻ ഹെഡ് ബോർഡ് വരുന്ന കിഡിലും കട്ടിലാണ് ഈ ഒരു സെറ്റിന് വരുന്നത്. ഇതാണ് നമ്മളെ രണ്ടാമത്തെ സെറ്റിൻ്റെ ഹെഡ് ബോർഡ് വരുന്നത്. നല്ല ഒരു മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ. ഇതാണ് നമ്മളൊരു സൈഡ് ബോക്സ് വരുന്നത്. പിന്നെ രണ്ട് നല്ല കിഡിലും ഡ്രസ്സിങ് ടേബിൾ. ഈ ഒരു കളർ കോമ്പിനേഷൻ അടിപൊളി അല്ലേ, ഗ്രീൻ പ്ലസ് വൈറ്റ്. രണ്ട് സെറ്റിൻ്റെയും ഡ്രസ്സിങ് ടേബിൾ ഡിസ്പ്ലേ ചെയ്യാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് നമ്മൾ 3 ഡോർ വരുന്നത്. ഓ മാൻ, നല്ല വുഡൻ ഹാൻഡിൽ കൊടുത്തിട്ടുള്ള കിഡിലും 3 ഡോർ വാർഡ്രോബ്. ഇതാ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന 2 ബെഡ്റൂം സെറ്റ്. അതിനിപ്പോൾ നമ്മൾ സ്റ്റിക്കർ അല്ല ബ്രാൻഡിങ് ഒട്ടിക്കാൻ പോവാണ്. ബ്രാൻഡിങ് സെറ്റായി. നമ്മൾ കിഡിലും 3 ഡോർ വാർഡ്രോബിൻ്റെ ഗ്രീന് പ്ലസ് വൈറ്റ് വരുന്നത്. അടുത്ത അതാ ക്രീം പ്ലസ് ബ്ലാക്കിൻ്റെ സെറ്റ് അവിടെ ഉണ്ട്. എടുത്തോ പോട്ടെ പൊട്ടറായിട്ട് ഒന്നും കൂടെ പറ എടുത്തിട്ടാ. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മളെ 3 ഡോർ വാർഡ്രോബ്. ഇതിൻ്റെ ഫുള്ള് കവർ ചെയ്ത് അയക്കുന്നുണ്ട്. നല്ല ആക്ഷൻ ടെസ്റ്റിൻ്റെ ബോർഡിൽ ചെയ്തിട്ടുള്ള കിഡിലും വാർഡ്രോബാണ്. നൈസ്. ഇതാണ് നമ്മളെ ക്രീം ബ്ലാക്ക് ബെഡ്റൂമിൻ്റെ 4 ഡോർ വാർഡ്രോബ് വരുന്നത്. ഞാൻ നമ്മളെങ്ങനെയാണ് വാർഡ്രോബ് ഇറക്കുന്നതെന്നാണ് ഷംസീർ പറയുന്നത്. അപ്പോൾ എന്തെല്ലാം നമ്മൾ കാണിച്ചു കൊടുക്കുന്നത്, അൺലോഡിങ് ലോഡിങ് ഫുൾ ഓഫ് ഇൻഫർമേഷൻ. എന്നിട്ട് ആ തലയുടെ ഇടുണ്ടല്ലേ, തെങ്ങുപോയ തലയിൽ. നമ്മൾ 2 സെറ്റ് കൂടെ റെഡി ആവുന്നുണ്ട്. ഓ, രണ്ടും കിഡിലായിട്ട് വന്നിട്ടുണ്ട്. ഇത് 2 സെറ്റ് കൂടെ അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. ഗ്രീൻ തന്നെയാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളത്. സ്ഥലമില്ലാത്തതുകൊണ്ട് ഫൈനലി ചെയർ ഈ കട്ടിലിൻ്റെ മുകളിൽ വെച്ച്. ഇത് നമ്മളൊരു ഓഫറിന് കൊടുക്കുന്ന ചെയറാണ്. ആരെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. ഇത് 2 സെറ്റ് ഓൾമോസ്റ്റ് ഫിറ്റായി കഴിഞ്ഞ് ഇനി കട്ടിലിൻ്റെ ബോൾട്ടും കൂടെ ഇടാനുള്ളൂ. വാർഡ്രോബ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അതേപോലെ ഡ്രസ്സിങ്ങും. പിന്നെ ഫുൾ കുഷൻ ഹെഡ് ബോർഡ് വരുന്ന കട്ടിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ സ്റ്റോറേജൊക്കെ ഉള്ള മോഡൽ. ഇതിൻ്റെ ആണെങ്കിൽ 4 ഡോർ നല്ല നൈസൊരു വാർഡ്രോബ്, പിന്നെ ഒരു ഡ്രസ്സിങ് ടേബിൾ, പിന്നെ നല്ലൊരു കട്ടിൽ. ഇതിനും കുഷൻ ഹെഡ് ബോർഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ടും അടിപൊളിയായിട്ടുണ്ട്. ഇവിടെയുള്ള സോഫയിൽ ഇപ്പോൾ സെറ്റാക്കിയാണ് ഈ ഭാഗത്തേക്കെല്ലാമായിട്ട്. ഇവിടെ ഇതോ ഒരു സോഫ ഓൾറെഡി സെറ്റായി കഴിഞ്ഞ്. നല്ല അടിപൊളി സോഫ, പോക്കറ്റ് സ്പ്രിങ് കൊടുത്തിട്ടുള്ള നല്ലൊരു ടീപ്പോയിൻ്റെ മുമ്പിൽ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി മാർബിളും കൂടെ വരും. കിട്ടിലൊരു സോഫ, വെൽവെറ്റ് ഫാബ്രിക്കിലാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത സോഫ ഇതവിടെ എടുക്കുന്നുണ്ട്. ഒരു കോർണർ വീടിയും കൂടെ സെറ്റാക്കിയാൽ നടക്കാൻ പറ്റൂല ഇങ്ങോട്ട്. ഈ ഇത് വേണമെങ്കിൽ ആടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു ടീപ്പോയി ഉണ്ട് അങ്ങാടെ തമ്മിലൊക്കെ. ഏത് ഇല്ല, ആടൊന്നുമില്ല, ആടെ വെച്ചോ. ഈ സെറ്റും കൂടെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അടിപൊളി. അതിൻ്റെ കളണ്ട, സാധാരണ സെറ്റാണ്. ഡിസ്പ്ലേ അറ്റ് ലാസ്റ്റ് ഫൈനലി ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇവിടെ ഒരു സോഫ ഇട്ട്, ആ ബെഡ്റൂം ആടെ ഇട്ട്, ലോഞ്ചർ ഇവിടെ സെറ്റാക്കി, ചെയേഴ്സ് ഇവിടെ വെച്ച്, 3 ബെഡ്റൂം ഇവിടെ നല്ല അടിപൊളിയായി സെറ്റ് ചെയ്ത്. ഇനി ഇന്ന് വന്ന 2 ബെഡ്റൂം അവിടെയും സെറ്റാക്കി. ഇതൊക്കെ മുമ്പേ ഉള്ളത് തന്നെയാണ്. ഇന്ന് വന്ന 2 ബെഡ്റൂം സെറ്റ് ചെയ്ത് അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. ഒരു ഡൈനിങ് ഇവിടെ ഉണ്ട്, ഫുള്ള് മാൻലി എന്നുള്ള ബോർഡ് വെച്ച്. ഈ വാർഡ്രോബ് കൊണ്ടുവന്നപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം വന്നുകൊണ്ട് അത് കമ്പനിയിലേക്ക് തന്നെ റിട്ടേൺ അയച്ച് റെഡിയാക്കാൻ പോയിരുന്നു. അപ്പോൾ എടുത്തോ.
നമുക്ക് മാട്ടൂന്നൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. അവരെ വീട് ഫുള്ള് ചെയ്യേണ്ടതാണ്. അപ്പോൾ അവരെയൊന്നും നോക്കണം. പിന്നെ ലോഡാക്കാണ്ട് കൊള്ളാമല്ലേ. ഇങ്ങനെ നമ്മളെ കൊല്ലത്തേക്കുള്ള ലോഡാണ് ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 4 ബെഡ്റൂം സെറ്റോളം ഉണ്ട്. ഒരു ഒലീവ് ഗ്രീന്, ഒരു വൈറ്റ്, പിന്നെ ഒരു ഗ്രേ കളർ, അങ്ങനെ എല്ലാം കൂടെ സെറ്റാക്കിയാണ്. ഇന്ന് ഫുള്ള് ലോഡായിട്ട് നാളെ രാവിലെ പോകാനുള്ള പരിപാടിയാണ്. കണ്ണെല്ലാം പുറത്തു വന്നു.